Hi all. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം. ഫൈൻഡ് ഔട്ട് ദ സപ്പോർട്ട് റിയാക്ഷൻസ് ഫോർ ദ ബീം ഷോൺ ഇൻ ഫിഗർ. നമുക്ക് അതൊരു ബീം എ ബി ഉണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എയിലും ബിയിലും ആണ്. സോ തന്നിട്ടുള്ള ലോഡിംഗ് കാരണം എയിലും ബിയിലും വരുന്ന സപ്പോർട്ട് റിയാക്ഷൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എയിൽ അതൊരു ഹിഞ്ച്ഡ് വിത്ത് റോളർ സപ്പോർട്ട് ആണ്, ബിയിൽ ഒരു ഹിഞ്ച് സപ്പോർട്ട് ആണ്. ഓക്കെ. സോ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നമുക്ക് ആദ്യം ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ. നമുക്ക് എന്താ പറയുക, റോളർ സപ്പോർട്ട് കാണിച്ചിട്ടുള്ള നമുക്ക് റിയാക്ഷൻ ആയിട്ട് വരയ്ക്കാം. ഓക്കെ. സോ നമുക്ക് ഇത് ഇവിടെ നമുക്ക് സപ്പോർട്ട് എയിൽ വരുന്നത് ഒരു ഹിഞ്ച്ഡ് വിത്ത് റോളർ സപ്പോർട്ട് ആണ്. അതിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുക? നമുക്ക് അതിനൊരു വേർട്ടിക്കൽ റിയാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാം അല്ലേ? ഹിഞ്ച്ഡ് വിത്ത് റോളർ ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന റിയാക്ഷൻ ദാറ്റ് വിൽ ബി ഓൾവേസ് വേർട്ടിക്കൽ. ഓക്കെ. സോ നമുക്ക് ഇതിനെ നെയിം ചെയ്യാം. ദിസ് ഇസ് ആർ എ. ഓക്കെ. നമ്മളുടെ അടുത്ത സപ്പോർട്ട് ബിയിലാണ്. അത് ഒരു ഹിഞ്ച്ഡ് സപ്പോർട്ടാണ്. ഹിഞ്ച്ഡ് സപ്പോർട്ട് ആയതുകൊണ്ട് ദ റിയാക്ഷൻ ക്യാൻ ബി ഇൻക്ലൈൻഡ് അല്ല ഇൻക്ലൈൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് അതിനെ ഇപ്പോൾ ഒരു വേർട്ടിക്കൽ കമ്പണന്റും ഹൊറിസോണ്ടൽ കമ്പണന്റ് ആയിട്ട് നമുക്ക് തൽക്കാലം വരച്ചു വെക്കാം. ഓക്കെ. സോ ഞാനിതിനെ ആർ ബി വി വേർട്ടിക്കൽ കമ്പണന്റ് ഞാൻ ആർ ബി വി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഹൊറിസോണ്ടൽ കമ്പണന്റിനെ ആർ ബി എച്ച് എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ. ഇനി ഇതാ ഇവിടെ വേറൊരു ഫോഴ്സ് നമുക്കുണ്ട്, ഒരു 2 കിലോ ന്യൂട്ടന്റെ ഫോഴ്സ്. ആ ഫോഴ്സിന്റെ പ്രത്യേകത എന്താ? ആ ഫോഴ്സ് ബീമിലല്ല ആക്ട് ചെയ്യുന്നത്, പക്ഷെ ആ ഫോഴ്സിന്റെ ബീമിലുള്ള ഇഫക്റ്റ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. 2 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ് ബീമിൽ നിന്ന് 1 മീറ്റർ മാറിയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, പക്ഷെ അതിന്റെ ഇഫക്റ്റ് നമുക്ക് ബീമിൽ കാണിക്കണം. ആ ബീമിൽ നിന്ന് മാറിയിട്ടുള്ള ഫോഴ്സ് ആണെങ്കിൽ അതിന്റെ ഇഫക്റ്റ് എങ്ങനെയാ വരിക? ഇഫക്റ്റ് മൊമെന്റ് ആയിട്ടാണ് വരിക അല്ലെ? ഈ ഡിസ്റ്റൻസിന് ഇതാണ് നമ്മുടെ ഫോഴ്സ് അല്ലെ? ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെയായിരിക്കും. ആ ലൈൻ ഓഫ് ആക്ഷനും ബീമിന്റെ ഈ പോയിന്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. സോ നമുക്ക് ആ പോയിന്റിൽ അതിനൊരു മൊമെന്റ് ആയിട്ട് കാണിക്കാൻ പറ്റും അല്ലെ? ആ മൊമെന്റ് ഡയറക്ഷൻ എങ്ങനെയാ? ഇതാണ് ലിവർ ആം ഡിസ്റ്റൻസ്, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ്. ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പൊ ആ ലിവർ ആം എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അല്ലെ? ദിസ് ഇസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെ? സോ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിട്ട് നമുക്കതിനെ റെപ്രസെന്റ് ചെയ്യാം അല്ലെ? ഇവിടെ ഒരു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ. ആ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി ഫോഴ്സ് അല്ലെ? ദാറ്റ് വാസ് 2 kilonewton into liver arm distance is 1 meter. So moment is 2 kilonewton meters അല്ലെ? ഇപ്പൊ ഞാൻ എല്ലാ ഫോഴ്സിനെയും ബീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം അല്ലെ? നമുക്ക് എങ്ങനെ ഇതിന്റെ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുക? ഇതിന്റെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് അല്ലെ? സോ നമുക്ക് എഴുതാം, സിൻസ് the beam is in equilibrium, the condition sum of all horizontal forces will be equal to 0, sum of all vertical forces will be equal to 0, and sum of all moments will be equal to 0 അല്ലേ? ഇനി നമുക്ക് ഓരോ കണ്ടീഷനായിട്ട് യൂസ് ചെയ്യാം. ഫസ്റ്റ് യൂസ് ചെയ്യുന്ന കണ്ടീഷനാണ് സം ഓഫ് ഓൾ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു 0. ഇതിനകത്ത് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഏതൊക്കെ നോക്കാം. ഇവിടെ ഇല്ല, ഇവിടെ മൊമെന്റുകൾ. ഇതാ ഒരു ഫോഴ്സ് വരുന്നുണ്ട് അല്ലെ? ആർ ബി എച്ച്. നമ്മൾ ഹൊറിസോണ്ടൽ ഫോഴ്സിന്റെ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് റൈറ്റ് ഉള്ളതിനാണ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. സോ ആർ ബി എച്ച് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. സോ അത് നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. സോ നമുക്ക് എഴുതാം ആർ ബി മൈനസ് ആർ ബി എച്ച് അല്ലെ? അത് മാത്രമേ ഉള്ളൂ. ഹെൻസ് ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ. ആർ ബി എച്ചിന്റെ വാല്യൂ 0 ആണ്. ഇനി അടുത്ത കണ്ടീഷൻ സം ഓഫ് ഓൾ വേർട്ടിക്കൽ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു 0. ഏതൊക്കെ വേർട്ടിക്കൽ ഫോഴ്സ് എടുക്കുമ്പോൾ സൈൻ കൺവെൻഷൻ ടുവേർഡ്സ് ടോപ്പിലേക്കുള്ളതാണ് നമ്മൾ പോസിറ്റീവ് എടുക്കുക. ഓക്കെ. സോ ആർ എ നമുക്ക് ഇവിടെ തുടങ്ങാം. ആർ എ ടുവേർഡ്സ് ടോപ്പ് ആണ്, പോസിറ്റീവ് ഡയറക്ഷൻ. 1 കിലോന്യൂട്ടൺ അത് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ടുവേർഡ്സ് ബോട്ടം ആണ് അല്ലേ? സോ -1
ഇത് മൊമെന്റ് ആണ്, ഇത് മൊമെന്റ് ആണ്. പിന്നെ വരുന്ന വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ RBV ആണ്. അത് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ടോപ്പ് ആണ്. സോ പ്ലസ് RBV. വേറെ ഏതെങ്കിലും വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ടോ? വേറൊരു വെർട്ടിക്കൽ ഫോഴ്സും ഇല്ല. ഹെൻസ് ദിസ് ഇസ് ഈക്വൽ ടു 0. ഫ്രം ദാറ്റ് വി വിൽ ഗെറ്റ് RA plus RBV is equal to 1. Okay. നമ്മളുടെ അടുത്ത കണ്ടീഷൻ സം ഓഫ് മൊമെന്റ് അല്ലേ, എബൌട്ട് എനി പോയിന്റ്. നമ്മളിപ്പോൾ ഏതെങ്കിലും പോയിന്റ് എടുക്കുക. ഞാനിപ്പോൾ എ ആണ് എടുക്കുന്നത്. ഓക്കെ, സം ഓഫ് മൊമെന്റ്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സം ഓഫ് മൊമെന്റ്സ് എബൌട്ട് പോയിന്റ് എ ഇസ് ഈക്വൽ ടു 0 എന്നാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫോഴ്സ് RA കാരണം പോയിന്റ് എയിൽ മൊമെന്റ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാ? RAയുടെ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ്. സോ ലിവർ ആം ഡിസ്റ്റൻസ് 0 ആണ്. ഇനി അടുത്തത് ഒരു 1 കിലോമീറ്ററിന്റെ ഫോഴ്സ്. അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. അപ്പോൾ പിന്നെ അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാ വരിക? ആ ലിവർ ആം ഡിസ്റ്റൻസിനെ ഒരു അയൺ റോഡായിട്ട് കൺസിഡർ ചെയ്യുക. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിൽ ഹിഞ്ച് ചെയ്തിട്ടുണ്ട്, ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ലിവർ ആം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അല്ലെ. ദിസ് ഈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ അതുകൊണ്ട് അത് പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. സോ 1 into 1 അല്ലേ, ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ്. ഇനി അടുത്ത വരുന്നൊരു മൊമെന്റ് ആണ് അല്ലെ. 2 കിലോ ന്യൂട്ടൺ മീറ്ററിന്റെ ഒരു മൊമെന്റ് ആണ്. അത് എന്ത് മൊമെന്റാ? ദാറ്റ്സ് ആൻ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്. ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് നമുക്ക് നെഗറ്റീവ് ആണ്. സോ -2. പിന്നെ വരുന്ന മൊമെന്റ് ഇതൊരു ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് അല്ലെ. ക്ലോക്ക് വൈസ് മൊമെന്റ് നമുക്ക് പോസിറ്റീവ് ആണ്. +1. അടുത്തത് RBV. അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെയാണ് വരിക. അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 1 + 1 + 1 + 1 4 മീറ്റർ അല്ലെ. അത് എന്ത് മൊമെന്റാ? ദാറ്റ്സ് ആൻ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് അല്ലെ. സോ മൈനസ് ആണ് ഇടേണ്ടത്. -RB into 4 അല്ലെ. വേറെ പിന്നെ ഇത് RBH ഉണ്ട് അല്ലെ. RBH കാരണം മൊമെന്റ് ഉണ്ടാവോ? ഇല്ല. കാരണം RBHന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എലോങ് ബീം തന്നെയാണ്. ആ ലൈനിൽ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഉള്ളത്. ലിവർ ആം ഡിസ്റ്റൻസ് 0 ആണ്. ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാം? 4RB is equal to 1 - 2 + 1. From that we will get RB is equal to 0 അല്ലേ. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ നമ്മൾ സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് എടുത്തപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. ഇതിനെ നമ്മൾ മൊമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഹൊറിസോണ്ടൽ എഫക്റ്റും കൂടി നമുക്ക് കൺസിഡർ ചെയ്യണം അല്ലെ. സോ നമ്മൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് എടുക്കുമ്പോൾ അവിടെ ഒരു 2 കിലോ ന്യൂട്ടൺ ടുവേർഡ്സ് ലെഫ്റ്റും കൂടി ആക്ട് ചെയ്യുന്നുണ്ട്. സോ RBH ടുവേർഡ്സ് ലെഫ്റ്റ് ആയത് കാരണം -2 is equal to 0 എന്നാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ ഒരു നമ്മൾ ഓൾറെഡി ഇപ്പൊ 2 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ് നമ്മൾ ബീമിലേക്ക് കൺസിഡർ ചെയ്യണം. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേനും ആ 2 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സിന് ഒരു മൊമെന്റ് ആയിട്ടും ഇതിൻ്റെ അകത്ത് ആക്ഷൻ ഉണ്ട്. പിന്നെ അതിന്റെ പാരന്റ് സ്റ്റേറ്റിൽ, അതായത് അതിന്റെ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ആയിട്ടും അതിന് ഇഫക്റ്റ് വരും. ഓക്കെ, സോ അത് എടുക്കാനായിട്ട് വിട്ടുപോയതാണ്. ഫ്രം ദാറ്റ് വി വിൽ ഗെറ്റ് RBH is equal to 2. ഓക്കെ, സോ നമുക്ക് RB ന്റെ അകത്ത് ദിസ് വാസ് RBV അല്ലെ. RBV ആയിരുന്നു. സോ നമുക്ക് RBV is equal to 0 എന്ന് കിട്ടിയിട്ടുണ്ട്. Then substitute this value right here. Then നമുക്ക് എന്ത് കിട്ടും? RA plus 0 is equal to 1 അല്ലേ. From that RI is equal to 1 kilo newtons. ഓക്കെ, ഇതൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളുടെ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, ആറയുടെ വാല്യൂ 1 കിലോ ന്യൂട്ടൺ. RBVയുടെ വാല്യൂ 0 കിലോ ന്യൂട്ടൺ. RBHന്റെ വാല്യൂ 2 കിലോ ന്യൂട്ടൺ. ഓക്കെ, ഇപ്പോൾ 0 കിലോ ന്യൂട്ടൺ ആണ്, അതിന് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. സോ എങ്ങനെയാണ് നമ്മളുടെ ബീം റിയാക്ഷൻസ് വരിക?